കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഇത്രയും കാലം നമ്മൾ കാണാൻ കാത്തിരുന്ന നല്ലൊരു വിശേഷം തന്നെയാണ്. ശാരിയുടെ മുന്നിൽ വെച്ച് രൂപേരം ചേർത്ത് നിർത്തി ചന്ദ്രസേനൻ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ മുറിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടിട്ട് ആകപ്പാടെ തകർന്നടിച്ച് തരിപ്പണമായി നിൽക്കുകയാണ് ശാരി. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മനോഹർ സരുവിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു കല്യാണം വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു. മേഘനയും കൊണ്ട് മേഘനയുടെ വീട് ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവിടെ കയറ്റിയില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അർജുന്റെ വീട്ടിലേക്ക് വരുവാണ്. അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ കല്യാണിക്ക് മനസ്സിലായി ഇവിടെ മേഘനയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലായിരുന്നു അർജുന്റെ വീട്ടുകാര്. അതുകൊണ്ട് മാത്രമാണ് അവര് മേഘനേനെ ഇതിനു മുമ്പ് ആ വീട്ടില് കയറ്റാതിരിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ അർജുനും മരിച്ചു. മേഘനയ്ക്ക് പോകാനൊരു ഇടവില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മേഘനയും കൊണ്ട് തകർന്നു നിൽക്കുക കല്യാണി. പിന്നീട് അർജുന്റെ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എണ്ണി പറഞ്ഞു കല്യാണിട്ട് കരയുമായിരുന്നു. അവസാനം കല്യാണി പറഞ്ഞു, പേടിക്കണ്ട, ഇവിടെ നിൽക്കട്ടെ മേഘന, നിങ്ങൾക്ക് ചെലവിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നോളാം. അത് മാത്രമല്ല മേഘനയ്ക്ക് ഒരു ജോലി എന്റെ കമ്പനിയെ കൊടുക്കുകയും ചെയ്യാം, ധൈര്യമായിട്ടിരിക്കുക. പിന്നെ രണ്ടും അനിയത്തിമാരുണ്ടെന്നല്ല അറിഞ്ഞ പഠിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുക്കാണ്. ഇപ്പം മേഘനയ്ക്കാണെങ്കിൽ അത്യാവശ്യം ഒരു ഷെൽട്ടറാണ് ആവശ്യം താമസിക്കാനായിട്ട്. അങ്ങനെ കല്യാണി എല്ലാം പറഞ്ഞ് അർജുന്റെ അമ്മയോട് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് പോവാണ്. കല്യാണിക്കും വല്ലാത്ത വിഷമമായിരുന്നു. പക്ഷെ ഈ അവസ്ഥയ്ക്ക് കാരണമാക്കിയത് ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം. ഒരുപക്ഷെ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനാണെങ്കിലോ ആൽബയ്ക്ക് കിട്ടേണ്ടതാണ്, പകരം പാവം അർജുന് കിട്ടിയത്. ഈ സമയത്ത് സോണി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവ സോണി, ഭാഗ്യത്തിനാണ് അവള് രക്ഷപ്പെട്ടത്. ആ ചിന്തയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും മേഘനയുടെ കരച്ചിൽ കണ്ടിട്ട് കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കല്യാണി നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പം കിരണം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ കിരണം, നല്ല കാര്യമാണ് കല്യാണി നീ ചെയ്തത്. ആ സമയത്ത് മേഘന, ഒരു പക്ഷെ ഈ സമയത്ത് നമ്മുടെ സോണിമോളല്ലായിരുന്നു ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടേണ്ടത്. പാവം അർജുനായിപ്പോയി, അതിനിരയായിപ്പോയത്. ആരാണെങ്കിലും ഇതിന് പിന്നെ പ്രവർത്തിച്ച ആരാണെങ്കിലും അവരെ വെറുതെ വിടല്ല, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറയാ. കല്യാണി പറഞ്ഞു, ഒന്ന് കേസൊക്കെ ആയതല്ലേ, ഇനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവന്മാരെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അർജുന്റെ അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടുക മാത്രമല്ല, ഇതിന് കാരണക്കാരായവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. വെളിച്ചത്ത് കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുകയും ചെയ്യണമെന്ന് പറയാം. ആദ്യം വിക്രം, ഇപ്പൊ ആണ്ട് ഇവര് ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് കല്യാണി ശപഥം ചെയ്യുവാണ്. കാരണം കല്യാണിന്റെ മനസ്സിന് അത്രമാത്രം വേദന ഉണ്ടായിരുന്നു. ഈ സമയത്താണെങ്കിൽ സരുവിന്റെ അടുത്തേക്ക് മനോഹർ വരുവാണ്. മനോഹർ വന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ എന്തേ സരു എന്ന് ചോദിക്കണം. ഇത് കേട്ട സരു പറഞ്ഞു, അമ്മ ഇവിടെ ഇല്ല, അമ്മ രൂപാന്റെ അടുത്ത് പോയെന്നാണ്. അതെന്ത് പറ്റി, രൂപാന്റെ അടുത്ത് പോകാൻ കാരണം? ഒന്നും പറയണ്ട, അമ്മ കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ, കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുന്നോളെന്ന് പറയണം. അതെന്താ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ പോയി നിൽക്കാൻ കാരണം? എന്ത് പറ്റി? അത് നിന്നെ തന്നെ ഇട്ടിട്ട് പോകണ്ടല്ലോ, നീ പ്രഗ്നന്റ് ആണെന്ന് അറിയാവുന്നതല്ലേ. അത് മാത്രമല്ല അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ കണ്ടിട്ട് അമ്മ എന്തിനാ അവിടെ പോയി നിൽക്കണമെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സരി പറഞ്ഞു, അതെ മനുവേട്ട പറയുന്നുണ്ടെന്ന് തോന്നരുത്, അവിടെ ഇപ്പൊ ആ സേനൻ അടുത്തിട്ടുണ്ടെന്നാ കേട്ടെ. രൂപാന്റെയും സേനൻ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാണ് അത്രേ. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. അതെന്താ സരി നീ അങ്ങനെ പറഞ്ഞ്, എന്തോ കൊള്ളിച്ച് പറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്ന് പറയണം. അതെ, രൂപാന്റിയുടെ കാര്യം അറിയാലോ, രൂപാന്റി കുറെ കാലങ്ങളായിട്ട് അകന്നു കഴിയുമായിരുന്നു സേനൻ എന്ന് പറഞ്ഞ ദുഷ്ടനുമായിട്ട്. പിന്നീട് ഇപ്പൊ അടുത്തിട്ടുണ്ട്. പക്ഷേങ്കില് ഇതിലെ അച്ഛന്റെ ഒരു ഡ്രാമയാന്നാ ഞങ്ങളെല്ലാം വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ അമ്മ കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് കണ്ടപ്പം കല്യാണിയായിട്ടുള്ള സംസാരം കേട്ട് കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി, ഡ്രാമയല്ല. പക്ഷേങ്കില് ഒരു പക്ഷെ ചന്ദ്രസേനും രൂപാന്റി തമ്മിൽ അടുത്തോന്ന് ചെറിയ സംശയമുണ്ട്. അപ്പൊ അത് അടുത്തോല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങോട്ട് പോയിരിക്കുന്നത്. അവർ തമ്മിൽ അടുപ്പമാണെങ്കിൽ നമ്മളെല്ലാം വഞ്ചിച്ചുകൊണ്ടിരിക്കുക രൂപാന്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവരുടെ കള്ളത്തരം പൊളിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിട്ട് അമ്മ അങ്ങോട്ട് പോയേക്കണം എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ മനോഹറിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. പിന്നീട് ചോദിച്ചു, അല്ല ഈ ചന്ദ്രസേനങ്ങളും രൂപാനും തമ്മില് ഇത്രയും കാലം വഴക്കാരെന്ന് പറഞ്ഞില്ലേ, അതിന് കാരണം എന്താന്ന് ചോദിക്കണം. ചന്ദ്രസേനോ, അയാൾ എന്നാ മാത്രം ദുഷ്ടനാണെന്നറിയോ? അയാൾ ആന്റിയോട് എന്തൊക്കെ വൃത്തികേടാ കാണിച്ചു കൂട്ടിയെന്നറിയോ? അയാൾക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ആരാന്നറിയാ, താര. അവളുമായിട്ടാണ് ബന്ധമുള്ളത്. എന്നിട്ട് അതിനകത്തൊരു കുഞ്ഞുണ്ട് പോലും. എന്നിട്ട് ഇതൊക്കെ ആന്റിയിൽ നിന്ന് മറച്ചു വെക്കുക ചെയ്തേ. പക്ഷേങ്കില് അവസാനം ആന്റി സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം ചന്ദ്രസേന ആ ദുഷ്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കുക ചെയ്തെന്ന് പറയണം. ഇത് കേട്ടത് മനോഹർ ചോദിച്ചു, ഏയ് ഞാൻ കേട്ടിടത്തോളം അയാൾ നല്ലവനാന്ന് അറിഞ്ഞ് അയാൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കണം. മനുവേട്ടനെ അറിയത്തില്ലാഞ്ഞിട്ട് അയാളുടെ സ്വഭാവത്തെ കുറിച്ചൊന്നും. എന്റെ അച്ഛനുമായിട്ട് എത്ര വട്ടം ഉടക്കിയതാണെന്നറിയാവോ പാവം എന്റെ അച്ഛന്. ഇപ്പൊ അവിടെ വീണ്ടും രൂപാന്റിനെ വശത്താക്കി എടുത്തേക്കുവാന്ന് തോന്നേ. അതൊരു പക്ഷെ ആന്റിയുടെ
നാടകമാണോ അതോ ഇനിയിപ്പോ ഒറിജിനലായിട്ട് അവർ തമ്മിൽ ഒന്നായി നടയണ്ടേ, അതിന് വേണ്ടിയിട്ട് അങ്ങ് പോയെന്നൊക്കെ പറയണം. മനോഹറിന് മനസ്സിലായി എത്രയും പെട്ടെന്ന് ഇത് കല്യാണിനെയും കിരണിനെ അറിയിക്കണം. ഇവിടെ എന്തെന്നാ സംഭവം നടന്നാലും അതെല്ലാം അവരോട് പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രശ്നമോ തന്റെ നിലനിൽപ്പിനെ അന്ന് ബാധിക്കും. എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് രൂപയും ശാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രസേനൻ അങ്ങോട്ട് കയറി വരുന്നത്. ചന്ദ്രസേന്റെ ആ വരവ് ശാരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. ചന്ദ്രസേനെ കണ്ട് രൂപ പെട്ടെന്ന് ഏറ്റില്ല, ചന്ദ്രേട്ടൻ കയറി വാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചങ്ങോട്ട് ഇരുത്തുവാണ്. ഇത് കണ്ടത് ശാരിയുടെ ചങ്കൊന്നും ഇടിഞ്ഞു. അല്ല പെട്ടെന്ന് രൂപയോട് ചിതെന്താ പതിവില്ലാത്ത ആൾക്കാരൊക്കെ ഇതെന്താന്ന് ചോദിക്കണം. ഒന്നും പറയണ്ട എന്റെ ചന്ദ്രേട്ടാ, അവിടെ രാഹുലേട്ടൻ ഭയങ്കര ഉപദ്രവമാണെന്ന് പറഞ്ഞ് വന്നതാ, ഇവിടെ കുറച്ചു ദിവസം വന്ന് നിൽക്കാനെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശാരി പറഞ്ഞു, അങ്ങേർക്ക് ഇപ്പൊ പറ്റിയത് എന്താന്ന് അറിയാലോ സാറേ, അങ്ങേർക്ക് പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഇപ്പൊ മാനസിക വിഭ്രാന്തിയാ. കുറച്ചാള് ഹോസ്പിറ്റലിൽ കിടന്ന് വന്നോളൂ. വന്നതിന് ശേഷം ഭയങ്കര മാറ്റങ്ങൾ, എന്നെ കണ്ണെടുത്ത കണ്ണൂടാ, എപ്പൊ കണ്ടാലും എന്നെ ദേഹോപദ്രവ. അപ്പൊ മോളാ പറഞ്ഞ കുറച്ചു ദിവസം ആന്റിയുടെ അടുത്ത് പോയി നിൽക്കുക, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, അല്ലാതെ ദുരുദ്ദേശമായിട്ടൊന്നും വന്നല്ല അല്ലേന്ന് ചോദിക്കണം. ഏയ് അങ്ങനെയൊന്നും വന്നതല്ല സാറേ, അല്ലെങ്കിലും പഴയതൊക്കെ വെച്ചോണ്ട് പെരുമാറുമല്ല ഞാൻ. ചെയ്തു പോയ തെറ്റുകളൊക്കെ എത്രമാത്രമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങനെയുള്ള വിചാരം സാറിന്റെ മനസ്സിൽ വേണ്ടാന്ന് പറയണം. ഇത് കേട്ട സേനൻ പറഞ്ഞു, അങ്ങനെയാണേ കൊള്ളാം, അല്ലാതെ മനസ്സിലൊന്നും പുറമേയുള്ള പെരുമാറ്റത്തിലൊന്നും ആണെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏയ് അങ്ങനെയൊന്നുമില്ല സാറേ, സാറ് ധൈര്യമായിട്ടിരുന്നോ, കുറെയൊക്കെ ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതൊക്കെ ക്ഷമ ചോദിക്കുമെന്ന് പറയണം. ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാലോ എത്രയെന്ന് പറഞ്ഞാലും നിങ്ങൾ നന്നാൻ പോകുമെന്ന് തോന്നില്ല. ഇനിയും രൂപേനെ എന്നെ എന്റെ മക്കളെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വന്നാണ്ടല്ലോ, പിന്നെ ആരാ ഈ സേനാ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിനും വട്ടാന്നും പറഞ്ഞ് നടക്കുന്നുള്ളൂ, പക്ഷെ ഒറിജിനൽ വട്ടാന്നാന്ന് ഞാൻ കാണിച്ചു തരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശാരിക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ ശാരി ഒന്നും മിണ്ടായിരിക്കുവാണ്. ഈ സമയത്ത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. കാരണം രൂപ ഇയാളും തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി മയത്ത് നിന്നേ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ സോപ്പിട്ട് ഇവര് അടുപ്പിച്ച് നിന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവര് തമ്മിലുള്ള എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ സഹിച്ച് ക്ഷമിച്ചുകൂടെ നിൽക്കണം. പിന്നീട് ചന്ദ്രസേനൻ പറഞ്ഞു, ബാ രൂപയെന്ന് പറഞ്ഞിട്ട് രൂപേനെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ കാഴ്ച കണ്ടതും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ശാരിക്ക്. ഒരിക്കലും അത് പ്രതീക്ഷിക്കാവുന്ന കാര്യമായിരുന്നില്ല, ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച കാര്യമായിരുന്നു. കാരണം രൂപയുടെ തോളത്ത് കൈയിട്ടാണ് ചന്ദ്രസേന മുറിയിലേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഓഹോ, അപ്പൊ രാഹുലേട്ടൻ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ഇവർ തമ്മിൽ നല്ല എന്തോ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇത്ര അടുപ്പത്തിൽ രണ്ടുപേരും കൂടെ കയറിപ്പോന്നേ. അപ്പൊ രാഹുലേട്ടനെ ഇവർ പറ്റിച്ചോണ്ടിരിക്കുവാണ്. ഇവര് ശരിക്കും ഭാര്യാഭർത്താക്കന്മാരായിട്ടാ കഴിയണേന്ന് തോന്നേ. ഒരുപക്ഷെ രൂപയുടെ അടവാന്നാ തോന്നേ. തങ്ങളുടെ എല്ലാം മുൻ രൂപ അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഇവർ ശരിക്കും ഒന്നായെന്ന് തോന്നി. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് ഓർത്തണ്ട് പെട്ടെന്ന് തന്നെ ശാരി എന്ത് ചെയ്യുവാണ്, സരയുവിനെ വിളിക്കുവാണ്. സരയുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരയു പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുക, അവരുടെ മുറിയുടെ ഫ്രണ്ട് അവിടെ പോയി മറിഞ്ഞേക്ക്, അവരെന്താ പറയുന്നത് കേൾക്ക്, അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയണം. അവർ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെറുതെ വിടലമ്മേ, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അതിനുള്ള ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറയാം. അവറ്റകളെ വെറുതെ വിടലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, രൂപയല്ല സോറി, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പേര് മാറിപ്പോകുന്ന കേട്ടോ. പെട്ടെന്ന് ശാരി പറഞ്ഞു, അതെ എന്നോടാ അവരുടെ കളി, നീ രൂപയാരാന്ന് ശരിക്കും അറിഞ്ഞിട്ടില്ല, കളി കാണാൻ പോകുന്നുള്ളൂന്ന് പറയാം. മോള് ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാന്നും പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്യണം. നേരെ പതുക്കെ നേരെ ശാരിയുടെ രൂപയുടെ ചന്ദ്രസേന്റെ മുറിയുടെ അങ്ങോട്ട് പോവാണ്. അവരെന്താ സംസാരിക്കുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ രൂപയ്ക്കും ചന്ദ്രസേനും അറിയായിരുന്നു ശാരിയല്ലേ ആള്, ശാരി എന്താണെങ്കിലും മുറിയുടെ പുറത്ത് വന്ന് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അപ്പം ശാരിക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ രൂപയും ചന്ദ്രസേനും തീരുമാനിച്ചു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.